എൻ്റെ പേര് അജിത്ത് MT. ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് ആണ് ചിമ്മിണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ. 2005 ഞാൻ ജോലിക്ക് കയറിയത് താൽക്കാലിക വാച്ചറായിട്ട്. 2014 ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ പെർമനന്റ് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ മലയൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? എത്ര വർഷം എന്ന് വെച്ചാൽ അറിയില്ല. ഞാനൊരു 2005 തൊട്ട് കയറി. അതെ, ജനിച്ചു വളർന്നതും പിന്നെ മറ്റേ പഠിക്കാൻ പോണ സമയത്തും നമ്മൾ ഈ വെക്കേഷൻ സീസണിലൊക്കെ ഇവിടുത്തെ ഈ കാട്ടിൽ തന്നെ ഫയർ ലൈൻ്റെ വർക്കിനും ട്രക്ക് പാത്തിൻ്റെ വർക്കുകൾക്കും മറ്റു ജോലികൾക്കൊക്കെ പോകും വെക്കേഷൻ സീസണിൽ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്കൂളിലേക്ക് വെക്കേഷൻ കഴിയുമ്പോൾ വീണ്ടും സ്കൂളിൽ പഠിക്കാനായിട്ട് പോകും. അങ്ങനെ പോയി സ്കൂൾ പഠനം ഒരു 10ാം ക്ലാസ് ഫെയിൽഡായപ്പോൾ നമ്മളിവിടെ ഒരു താൽക്കാലിക ജോലിക്കാരനായിട്ട് അന്ന് വയർലെസ് ഓപ്പറേറ്റിംഗ് ആയിരുന്നു ജോലി. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി APW ആയിട്ട്, ആൻറ്റി പോച്ചിങ് വാച്ചറായിട്ട്. അതായത് ആനിമൽസിനൊക്കെ ഇടയിൽ കിടന്ന് ഒരു എന്തല്ലേ? അതെ, നമ്മളെല്ലാവരും അവരുടെ കൂടെ ജീവിച്ചവർ, നമ്മുടെ കൂടെയും അവരും ജീവിച്ചവരാണ്. അതെ, ഞങ്ങള് അവരുടെ കൂടെ ജീവിച്ച് അടിച്ചു പൊളിച്ചാണ് ജീവിച്ചു പോകണം. ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ആനിമൽ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ആനിമൽസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ട്രൈബൽ ആയതുകൊണ്ട് പറയണല്ല, ആനിമൽസ് ആയിട്ട് ഇപ്പൊ ഈ കാടുമായിട്ട് ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കാടുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആനിമൽസുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ മൃഗങ്ങളെ കൊണ്ട് അങ്ങനെ പൊതുവെ മൃഗങ്ങളെ കൊണ്ടല്ല ശല്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കായാലും ട്രൈബൽസിനായാലും ഇവിടുത്തെ നാട്ടുകാർക്കായാലും ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഈ വനമേഖലയോട് ചേർന്നുള്ള സമീപ പ്രദേശത്താണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ നമ്മുടെ ഉപജീവനമാർഗമായിട്ട് നമ്മൾ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമുക്ക് ചെറിയ തെങ്ങ്, കവുങ്ങ്, വാഴ, അങ്ങനെ അത്യാവശ്യം ചെറിയൊരു വൻകിട കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുത് നമുക്ക് അത്യാവശ്യം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ഐറ്റംസുകൾ മാത്രം നമ്മൾ വെച്ച് പിടിപ്പിക്കും. അത് ചില സമയങ്ങളിൽ ഇതേപോലെയുള്ള പന്നി, ആന അങ്ങനെയുള്ള സാധനങ്ങൾ ഇറങ്ങി വരും. അവരത് കഴിച്ചിട്ട് വേറെ ശല്യമൊന്നുമില്ല, അവരത് കഴിക്കുന്നു പോകുന്നു. അപ്പോൾ നമ്മളത് അറിയുമ്പോഴാണ് അതിനെ പടക്കം വിട്ടിച്ച് ഓടിക്കാനും തീ കാണിച്ച് പേടിപ്പിച്ച് ഓടിപ്പിക്കുമ്പോൾ അത് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് നോക്കും. നിങ്ങൾ അങ്ങനെ വരുന്ന ആനിമൽസിനെ ഓടിക്കാറുണ്ടോ, അല്ലാതെ കഴിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കും? അവർക്ക് കൂടി ഉള്ളതാണ് എന്ന് വിചാരിക്കും. ഇപ്പൊ ഞങ്ങളുടെ ഈ ട്രൈബൽസ് താമസിക്കുന്ന ഏരിയയിലൊക്കെ അവരുടെ പറമ്പുകളിൽ കയറിയാലും അവര് സാധാരണ ഞങ്ങളുടെ ഈ ട്രൈബൽസുകാർ മൈൻഡ് ചെയ്യാറില്ല. അവരത് കഴിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കുള്ളൂ, നമ്മൾ ശല്യം ചെയ്യാനും പോണില്ല. അത് കഴിഞ്ഞ് നമുക്കത് പിന്നെ വീണ്ടും ഉണ്ടാക്കാമല്ലോ. ആനത് കഴിച്ച് വീണ്ടും പോകും. പക്ഷെ എന്ത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും പുതിയതായിട്ട് അത് അടുത്തത് മുളച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആന വീണ്ടും ആ പഴയ പോലെ തിരിച്ചത് കഴിക്കാനായിട്ട് വരും. പക്ഷെ നേരെ തിരിച്ച് നാട്ടുകാർ നമ്മളെപ്പോലെ ഈ അനിമൽസായിട്ട് അത്ര അടുപ്പമില്ലല്ലോ. അവരിത് വല്ലപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചറിയിക്കുമ്പോൾ അവർ അപ്പം തന്നെ വന്ന് ഞാനും കൂടെ പോകും. ഞങ്ങളെപ്പോലത്തെ ഈ വനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ ആൻറ്റി പോച്ചിങ് വാച്ചർമാരെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് വെച്ചേക്കണത്. അപ്പം ഞങ്ങളെയും വിളിക്കും. നമ്മൾ കുറച്ചും കൂടി അടുത്ത് പരിചയമുള്ള ആൾക്കാരല്ലേ, അടുത്ത് പോയി അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും ഈ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും നമ്മൾ അതിനെ കാട്ടിലേക്ക് തന്നെ തിരിച്ച് കയറ്റി വിടും. ചേട്ടാ, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഇടയ്ക്ക് ആനകളെ കാണാറുണ്ട് അല്ലേ? ഒരു പൊതുവേ സ്വഭാവം എങ്ങനെയാണ്? അക്രമാരികളാണോ? ആനകള് പൊതുവെ എന്ന് വെച്ചാൽ അക്രമകാരികളല്ല. അവര് വയലന്റ് ആവണത് ഇപ്പൊ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ ആളുകൾ ഇപ്പൊ ഇവിടുന്ന് ഈ പാലപ്പള്ളി തൊട്ട് ഈ ചിമ്മിനി ഡാം വരെയുള്ള റോഡ് സൈഡ് 2 സൈഡും കാടാണ്, നടുക്കാണ് റബ്ബർ പ്ലാന്റേഷൻ. അപ്പൊ ഈ വരുന്ന ടൂറിസ്റ്റുകള് ഈ ആനകള് ഇതിന്റെ ഇടയിൽ ഒരു ചിമ്മിണി പുഴ വരുന്നുണ്ട്. ആ പുഴ എന്ന് വെച്ചാൽ ഈ ഡ്രൈ സീസണിൽ ഈ ചിമ്മിനി ഡാമിലത്തെ വെള്ളം മാത്രമാണ് ആ പുഴയിൽ കൂടെ ഒഴുകുന്നത്. ആ കാടിന്റെ അകത്തുള്ള വെള്ളത്തിന്റെ ലഭ്യത കുറയും. അപ്പൊ ഈ മൃഗങ്ങള് ഇവരെ ക്രോസിങ് ഏരിയ ആണ്. ഇപ്പൊ ഈ ഡാമിന്റെ അകത്തും ഈ ആനകളുണ്ട്, എല്ലാ മൃഗങ്ങളുണ്ട്. അപ്പൊ ഈ ആനകൾ ഒരു സ്ഥലത്ത് സ്ഥിര താമസക്കാരല്ല, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ സഞ്ചാരത്തിന്റെ ഇടയിൽ കൂടെ ഈ ചിമ്മിനി ഡാം റോഡ് ക്രോസ് ചെയ്ത് ആ പുഴയിലേക്ക് വന്ന് അവിടെ ആ പരിസരത്ത് നിന്നുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിച്ച്
അവർ വീണ്ടും റിട്ടേൺ കറങ്ങി ഇങ്ങനെ ഒരു സർക്കിൾ പോലെ അതിങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുക. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ പാസിങ്ങിന്റെ ഇടയിൽ ഈ ആനകളെ കാണുമ്പോൾ ഇപ്പൊ ഞാനായാലും നമ്മളായാലും ജസ്റ്റ് ഒരു കൗതുകം ഇറങ്ങി നിന്ന് നോക്കും. ഇപ്പൊ ഈ ഇപ്പൊ ഒരു മൊബൈൽ കാലഘട്ടമാണുള്ളത്, ഈ സെൽഫി ഇങ്ങനെ ഈ റോഡ് സൈഡിൽ നിൽക്കണ ഈ പ്ലാന്റേഷന്റെ അകത്താണ് നിൽക്കുന്നത്, റബ്ബർ പ്ലാന്റേഷന്റെ. അപ്പൊ ചില ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ, ഫോട്ടോ എടുത്തോട്ടെ, ജസ്റ്റ് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ആ ഒരു ഡിസ്റ്റൻസ്, ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇവര് അവിടെ നിന്ന് ഒരാൾ വണ്ടി നിർത്തും, അതിൻ്റെ ഇടയിൽ അടുത്ത ആൾ കാറ് നിർത്തും. അപ്പൊ പലവിധ വർണ്ണങ്ങളുള്ള വാഹനങ്ങൾ, ഡ്രസ്സുകൾ, മൊത്തത്തിലൊരു കാവടി ലുക്കായിരിക്കും അവിടെ, ആകെ ബഹളം. അപ്പൊ ആനകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഈ പച്ചപ്പൊക്കെ കണ്ട് അങ്ങനെ സൈലന്റ് ആയിട്ട് വയലന്റ് ആവാതെ സഞ്ചരിക്കുന്ന ജീവിയാണത്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഈ പെർഫ്യൂംസിന്റെ സ്മെല്ലും ഈ ഒച്ചയും ബഹളവും ഇതൊക്കെ കാണുമ്പോൾ അവരും സ്വാഭാവികമായിട്ട് വയലന്റ് ആവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് പറയണല്ല, നമ്മുടെ സേഫ് സോണിൽ നിന്നിട്ട് ജസ്റ്റ് 1-2 പടം എടുക്കുക, തിരിച്ചു പോവുക, മൊബൈലിലായാലും. ചില ആളുകൾ സാഹസികം കാണിക്കാൻ കുറച്ചും കൂടി ഇപ്പൊ മൊബൈൽ ആയതുകൊണ്ട് ലോങ് സൈറ്റ് ഒന്നും കിട്ടില്ല, ലോങ് ഫോട്ടോ ഒന്നും കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചും കൂടി അടുത്ത് പോകാൻ നോക്കും. അപ്പോൾ ഈ ആനകള് ലീഡർ, അപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ ഇവനായിരിക്കും ആദ്യം ചാർജ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യുക, ഓടിപ്പിക്കും. അത് കഴിഞ്ഞ് അപ്പൊ നമ്മൾ പൊക്കോളണം. രണ്ടാമത് എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും ചാർജ് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പൊ നമ്മൾ കുഴപ്പമില്ല, വീണ്ടും അടുത്ത് പോകും, വീണ്ടും ഓടിക്കും. അപ്പൊ അങ്ങനെ ചില അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകള് നമ്മൾ പ്രശ്നക്കാരല്ലാന്ന് വിചാരിക്കും. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ മതപ്പാടുള്ള സമയങ്ങളുണ്ട്. ആ സമയത്ത് ഇപ്പൊ ഞങ്ങള് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരായതുകൊണ്ട് പറയാനല്ല, ആ സമയത്ത് കാടിനകത്തായാലും ഞങ്ങൾക്ക് പോലും പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പൊ അത് കണക്കാക്കി കണ്ടാൽ തന്നെ ഞങ്ങൾ പൊതുവെ തന്നെ ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ട്രക്ക് പാത്ത് അല്ലെങ്കിൽ ഫയർ ലൈൻ, കാടിന്റെ ചില നടപ്പാതകളുണ്ട്, ചെറിയ നടപ്പാതകൾ. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആനയുടെ സ്മെല്ല് പ്രസൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും, നോക്കിയിട്ട് ഞങ്ങൾ വഴിമാറി പോവുള്ളൂ. കാണണം എന്ന് വെച്ചാൽ സ്മെല്ല് കിട്ടിയോണ്ടായില്ല. അപ്പൊ നമ്മൾ സ്മെല്ല് കിട്ടിയോണ്ട് കാര്യം ചിലപ്പോൾ തൊട്ടടുത്തുണ്ടാവും, ചിലപ്പോൾ കുറച്ച് അപ്പുറത്തായിരിക്കും. ഒരു കൂട്ടാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും നിൽക്കണം. നമ്മുടെ റൈറ്റും ലെഫ്റ്റും അപ്പും ഡൗൺ ഒക്കെ ആയിരിക്കും, അവിടെ ഇവിടെയൊക്കെ നിൽക്കണ്ടാവും. സ്മെല്ല് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് എവിടെ ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിട്ടൊരു റൂട്ടിൽ കൂടെ മാറിപ്പോകുന്നതാണ് നല്ലത്. ഓക്കെ ചേട്ടൻ, നമ്മളിപ്പോ കാട്ടിലൊക്കെ നിങ്ങൾ ഫീൽഡിലൊക്കെ പോകുന്ന ആളുകളാണ്. ഈ ഉൾക്കാടുകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ പറയുന്ന ആനകളെ കാണാറുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും അവർ പെരുമാറ്റം വരുന്നത്? ഇപ്പൊ ഞങ്ങൾ ഫീൽഡിലേക്ക് പോണ സമയത്ത് ആനകളും, ആന മാത്രല്ല എല്ലാ ടൈപ്പ് അനിമൽസിനെയും കാണുന്നുണ്ട്. ഇപ്പൊ കരടി, കാട്ടിലെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ എന്ന് പറയാൻ പറ്റില്ല. ഒരു മൃഗം, ഞങ്ങള് ഫോറസ്റ്റ് ജീവനക്കാർ ഞങ്ങൾ പറയില്ല കാട്ടിലെ മൃഗങ്ങൾ ഡേഞ്ചറാണ്. കാരണം ഇപ്പൊ ഞങ്ങൾ ഫീൽഡിൽ പോണ സമയം ഇപ്പൊ ആനേനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനയുടെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിക്കും. ഈ പരിസരത്ത് എവിടെയെങ്കിലും, ഈ പരിസരത്താണ് അത് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് സ്മെല്ല്, ആനപ്പോ ഒരു 10-20 മീറ്ററാ 700 മീറ്റർ ദൂരത്തുണ്ടെങ്കിലും കാറ്റത്ത് സ്മെല്ല് ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കുന്നു, ചിലപ്പോൾ വിചാരിക്കും ദൂരെയാണ്. അപ്പൊ ആ 2 ധാരണയും തെറ്റാണ്. അടുത്തും ആവാം, ദൂരെ ആവാം, രണ്ടും ആവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നിന്ന് ആ പരിസരം നോക്കിയിട്ട് ആ പരിസരത്ത് ആന ഇവിടെ അടുത്ത് ആ പരിസര ലൊക്കേഷനും നോക്കും. ഫ്രഷ് ആയിട്ട് വല്ല കമ്പ് ഒടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നടന്നു പോയ പാട് ഫ്രഷ് ആണോ, അതൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ഫ്രഷ് ആണോ അതോ ഓൾഡ് ആണോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ നോക്കി ആ പ്രസൻസ്, ഈ ആനയുടെ കാൽപ്പാടുകൾ, ഈ സ്മെല്ലും ഫീലിങ്സും കൂടി നമ്മൾ ആ പ്രസൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ നടക്കും, ആനേനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്മെല്ല് നേരത്തെ കിട്ടും മൃഗങ്ങൾക്ക്, ആനയ്ക്ക് മാത്രമല്ല എല്ലാ മൃഗങ്ങൾക്കും. അപ്പോൾ നമ്മുടെ ഈ സ്മെല്ല് കിട്ടിയതിന് ആനയായാലും ഇപ്പൊ ഏത് മൃഗങ്ങളായാലും സ്മെല്ല് കിട്ടിയാൽ തന്നെ അവര് സൈലന്റ് ആവും ആദ്യം. അപ്പൊ ആന കാട്ടിൽ കൂടെ നടന്നു പോകണേ അറിയാൻ പറ്റും. കമ്പും കോലൊക്കെ ഒടിച്ച് മടക്കി മരമൊക്കെ തള്ളിയിട്ട് മറിച്ച്, അപ്പൊ നമുക്ക് ഭയങ്കര സൗണ്ട് ആയിട്ട് കേൾക്കാം അത് ആനയാന്ന് അറിയാൻ പറ്റും. പിന്നെ അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ സ്മെല്ല് നേരെ തിരിച്ചു കിട്ടിയാൽ പിന്നെ ഒരു കമ്പും കോലും അവിടെ ഒടിയില്ല, അവര് സൈലന്റ് ആയിട്ട് നിൽക്കും. നമുക്ക് സ്മെല്ല് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഈ കാൽപ്പാടും ഫ്രഷായിട്ട് ഒടിച്ചിട്ട് കമ്പും നോക്കി അവിടെ അടുത്തുണ്ട്, ഈ ഒടിച്ചിട്ട് ആ നടപ്പാത നോക്കിയിട്ട് ഏതിലാണ് നടന്നു പോയെന്ന് വെച്ചാൽ ആ റൂട്ടിലേക്ക് നടന്നു പോയിട്ടുണ്ടാവും. ആ റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ നോക്കും. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ സേഫായി വേറെ റൂട്ട് മാറിപ്പോകും. പിന്നെ കരടി നേരെ തിരിച്ചാ, കരടി എല്ലാവരും പറയും കരടി കാട്ടിൽ ഭയങ്കര ഡേഞ്ചറാണ്.
അത് ഡേഞ്ചർ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാട്ടിൽ പോകുമ്പോ ഈ കരടീനെ നമ്മള് കണ്ടാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കാട്ടിൽ കയറുമ്പോൾ തന്നെ എല്ലാ മൃഗങ്ങളും നമ്മുടെ മനുഷ്യന്റെ പ്രസൻസ് അറിയും. അപ്പൊ ഈ കരടീനൊക്കെ കണ്ടാൽ തന്നെ കരടി നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മളെ മറ്റുള്ള മൃഗങ്ങളല്ല, ആന എന്തായാലും മിണ്ടാണ്ട് നിൽക്കുള്ളൂ. പക്ഷെ കരടി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കില്ല, നമ്മുടെ അടുത്തേക്ക് ഓടി വരും. ഓടി വന്നിട്ട് കുറച്ച് ദൂരം അനുഭവം ഉണ്ട്, നേരിട്ട് ഓടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ ഓടുക, ഓടി കുറെ ദൂരം കഴിയുമ്പോൾ കരടി, പണ്ടത്തെ നമ്മൾ കാരണന്മാർ പറഞ്ഞില്ല, കുറച്ച് ദൂരം ഓടിക്കും അതിൻ്റെ ആ ടെറിട്ടറിയിൽ നിന്ന്. അത് കഴിഞ്ഞാൽ തിരിച്ചു പോകും. നമ്മുടെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കരടി വീണ്ടും ആ സ്ഥലത്തോട്ട് തന്നെ വന്ന് നോക്കുന്ന പറഞ്ഞു. നമുക്കറിയില്ല, പണ്ടത്തെ കാരണന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ അതെന്തുവാ ഞാൻ ചോദിച്ചാൽ അത് എന്തുകൊണ്ടാണ് അത് വന്ന് നോക്കണേ വെച്ചാൽ, കരടിക്ക് പേടി കൂടുതലാ, കരടിക്ക് നമ്മളെ. അപ്പൊ അത് എന്ന് വെച്ചാൽ അത് പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി രണ്ടാമത് നമ്മളെ ഓടിച്ച എവിടം വരെയാണോ ഏത് സ്ഥലം വരെയാണോ ഓടിച്ചു വിട്ടത് ആ സ്ഥലം വരെ വന്ന് നോക്കും. എന്ന് വെച്ച് കരടി മറ്റേ ഡേഞ്ചർ അല്ല, അത് പേടിച്ചിട്ടാണ്. അപ്പൊ നമ്മള് ഓടിക്കഴിഞ്ഞാൽ തിരിച്ച് ആ ഏരിയ മാറിപ്പൊക്കോളണം. അപ്പൊ ആ കരടിക്കും കുഴപ്പമില്ല, നമുക്കും പ്രശ്നമില്ല, നമ്മള് സേഫായി. ഇവിടെ ഗാട്ടി ഉണ്ടല്ലോ പൊതുവെ, ഗാട്ടി പ്രശ്നക്കാരനാണോ? കാട്ടിയില്ല, പ്രശ്നക്കാരനല്ല. എപ്പോഴെങ്കിലും അങ്ങനെ ഫേസ് ടു ഫേസ് കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ? ഓ, ഇഷ്ടംപോലെ. ഉപദ്രവിക്കാൻ വല്ല വരുമോ അങ്ങനെ എന്തെങ്കിലും? കാട്ടുപോത്തിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഉപദ്രവമായിട്ട് ഇല്ല. പൊതുവെ നമ്മളെയൊക്കെ കണ്ടാൽ തന്നെ എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ അത് ഓടി മറയേ ചെയ്യുള്ളൂ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അറിയാലോ, നമ്മൾ നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് അറിയിക്കാത്ത രീതിയിൽ ചെന്നിട്ടാണ് നമുക്ക് ഫോട്ടോസ് കിട്ടുള്ളൂ. നമ്മളെ കണ്ടാൽ തന്നെ അത് ഓടി മറയേ ചെയ്യുക. ഇപ്പൊ ഇവിടെ ഒരു വിനോദസഞ്ചാരി വരുവാണെങ്കിൽ അയാള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് കാട്ടിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ കയറുവാണ്, അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും അഭിപ്രായം പറയാമോ? അല്ല, ഇതിപ്പോ ഒരു ടൂറിസം മേഖലയാണ്. ഇപ്പൊ ഇവിടെ ട്രക്കിങ്ങും ഈ കൊട്ടവഞ്ചി സവാരി, മെയിനായിട്ട് ട്രക്കിങ്ങിനാണ് കാടിന്റെ അകത്തോട്ട് കൂടുതലും ആളുകൾ പോകുന്നത്. ഇപ്പോൾ ഒരു ഗസ്റ്റ് ഒരു വിനോദസഞ്ചാരി. അപ്പൊ പൊതുവെ ഇവിടുത്തെ ഗൈഡന്മാരും ഇവരൊക്കെയാണ് നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്കൊരു ഗൈഡ് ലൈൻ കൊടുക്കും. അതിനകത്തോട്ട് കയറുമ്പോൾ അധികം സംസാരം ഒഴിവാക്കുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഈ ഗാർഡിൻ്റെ കുറച്ച് അറിവുകൾ, കുറച്ച് ഡീറ്റെയിൽസും കൊടുക്കും. ഇതേപോലെ അപ്പൊ ഈ ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ചില ആളുകൾക്ക് അറിയില്ലല്ലോ ഇവിടെ വന്നിട്ട് ഈ കാടുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് പോകണമെന്ന്. അപ്പൊ ഏതെല്ലാം ഡ്രസ്സ് ശ്രദ്ധിക്കണം, ഷൂവ് എങ്ങനെ പോകണം, അതിനുള്ള നമ്മൾ ഫുഡ്, വെള്ളം, എത്ര ദൂരം നടക്കാണ്ട് ഒന്നും അറിയില്ല. അങ്ങനെ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. വന്നപ്പോൾ തന്നെ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പറയും, വരുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, പരമാവധി ലൂസ്, പിന്നെ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഡ്രസ്സ്. അത് അല്ല, നമ്മളിപ്പോ നമ്മുടെ ഈ മിലിറ്ററി ടൈപ്പില്ലേ, ഗ്രീൻ ക്യാമോഫ്ലാഗ് പോലത്തെ, അല്ലെങ്കിൽ മറ്റേ ഈ പച്ച ബനിയുണ്ട്, പിന്നെ കുറച്ച് ഡാർക്കായിട്ട് അങ്ങനത്തെ ചില ഡ്രസ്സുകൾ. അത് എപ്പോഴും ലൂസ് ഉള്ളതായിരിക്കണം, നല്ല ഫ്ലെക്സ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ വരുന്ന ആൾക്കാർ കാട്ടിലോട്ട് കയറുന്നത് എന്തിനാ? എന്തെങ്കിലും ട്രക്കിങ്ങിന് വരുന്നത് പൊതുവെ എന്തെങ്കിലും അനിമൽസിനെ സൈറ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ട്രക്കിംഗ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് കാട്ടിലോട്ട് കയറുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഈ പെർഫ്യൂംസ് കൂടുതലും ഒഴിവാക്കാൻ പറഞ്ഞത്. ഈ ബാക്കിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ബിംബ പോലെ കുറെ കല്ലുകൾ വെച്ചിട്ടുണ്ട്, ഇതെന്ത് സംഭവം? ഇത് എർത്ത് ഡാം എന്ന് പറയും. എന്ന് വെച്ചാ മണ്ണ് കൊണ്ട് പണിതാണ്. മണ്ണ് ഫില്ല് ചെയ്തിട്ട് അതില് നമ്മൾ കരിങ്കല്ല് ഒരു ബോർഡർ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മണ്ണ് ഫില്ല് ചെയ്തേക്കാം. അതിൽ ഇതിൻ്റെ അകത്ത് കരിങ്കല്ല് പാക്ക് ചെയ്തിട്ട് ആ കരിങ്കല്ല് പാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ ഫില്ലറും വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ എർത്ത് ഡാം എന്ന് വെച്ചാൽ ഇത് മണ്ണ് കൊണ്ടുള്ള ഡാമാ. ഈ സൈഡ് മെയിൻ കെട്ട് അപ്പുറത്താണ്. അപ്പൊ ഈ വഴി കിടക്കുന്ന വെള്ളത്തിന് ഭയങ്കര മർദ്ദം കൂടുതലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഒരുപാട് മരുന്നുകളും മറ്റെല്ലാ ഇലകളും ഇതൊക്കെ ചീഞ്ഞ് വെള്ളം അങ്ങനെ നല്ല പ്രഷർ കട്ടിയായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ വെള്ളത്തിന് ഇടയ്ക്ക് നല്ല മർദ്ദം വരും, ഇതിലേക്ക് പ്രഷർ വരും ഈ ഡാമിലേക്ക്. ഈ പ്രഷർ കുറയ്ക്കാനാണ് ഈ മയിൽക്കുറ്റി പോലെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഇതിലേക്ക് പ്രഷർ അടിക്കുമ്പോൾ ഈ മയിൽക്കുറ്റിയിൽ വന്ന് ഇടിച്ച് തെറിച്ച് വെള്ളത്തിന്റെ കട്ടി കുറയും, പ്രഷർ കുറയും.
അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല്. ഇവിടെ ഇപ്പൊ നമുക്ക് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ മ്ലാവ് എന്ന് വെച്ചാൽ സാമ്പാർ ഡിയർ, പിന്നെ പുള്ളിമാൻ, സ്പോട്ടഡ് ഡിയർ, പിന്നെ നമ്മള് ആന. ആനയെ പിന്നെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ, ഇപ്പൊ ഞങ്ങളായാലും നാട്ടുകാരായാലും. പിന്നെന്താ നമുക്ക് ഫീൽഡ് വർക്ക് ഇപ്പൊ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിലും ഇത് കൂടുതലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പൊ ഈ മ്ലാവും സാമ്പാർ ഡിയർ, സ്പോട്ട് ഡിയർ, പുള്ളിമാൻ, ആന. ഇതിപ്പോ നാട്ടിൻപുറത്ത് ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ പ്ലാന്റേഷനൊക്കെ ആയതുകൊണ്ട്. കാട്ടിൽ പോയാലും ഇതിനൊക്കെ മ്ലാവും ഇതും, പിന്നെ എന്നിട്ടാ നമ്മുടെ ഈ മുള്ളംപന്നി, പിന്നെ സിവറ്റ് വെരുക്, പിന്നെ നമ്മുടെ മലയണ്ണാൻ, പിന്നെ ഈ കടുവയും പുലിനൊക്കെ യാദൃശ്ചികമായിട്ട് കാണുള്ളൂ. പുലിനെ ഞാൻ പിന്നെ നേരിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. കടുവേനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുള്ളൂ, പടം ഒന്നും എടുക്കാൻ കിട്ടിയില്ല. കടുവ പിന്നെ ഭയങ്കര ഷൈ ആണല്ലോ, നമ്മുടെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് മാറി നിൽക്കും, പൊളിഞ്ഞു പോകും. ചേട്ടൻ ഇവിടെ പുലികളെ കണ്ടിട്ടുണ്ടോ? പുലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓടിപ്പോവല്ല, ഞങ്ങൾ ഇങ്ങനെ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഒരു ചെക്ക് ഡാമിന്റെ ഒരു ഏരിയ ഉണ്ട്. ചെക്ക് ഡാമിന്റെ പരിസരത്ത് ഒരു കുറച്ച് മണലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ആ മണലിൽ കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ജീപ്പ് നിർത്തിയിട്ട് ഇറങ്ങിയില്ല, പെട്ടെന്ന് ആരും ചാടി ഇറങ്ങിയില്ല. ഞാൻ അത് ഓടിപ്പോയാലെന്ന് വിളിച്ചിട്ട്. എന്നിട്ട് ഞാൻ ആ ജീപ്പിന്റെ അകത്തിരുന്നിട്ട് കുറെ പടങ്ങൾ എടുത്തു. അപ്പൊ പിന്നെ അത് അവിടെ നിന്ന് എണീക്കണില്ലേ. അപ്പൊ മനസ്സിലായത് ഓടിപ്പോവില്ല ഒരു തോന്നല് മനസ്സിൽ. പതുക്കെ ഡോറ് തുറന്നിട്ട് ഇറങ്ങിയപ്പോ പതുക്കെ അത് എണീറ്റിട്ട് ഒരു മരക്കമ്പയിൽ കയറി വന്നു. അപ്പൊ അതിന്റെ ആ എല്ലാ മൂവ്മെന്റ്സ് എടുത്തു. അത് എണീക്കുന്നു, പോകുന്നു, നടന്നു പോകുന്നു, തിരിഞ്ഞു വന്നിട്ട് ആ മരത്തിന്റെ അടിയിൽ കൂടെ പോയിട്ട് ആ മരത്തിൽ കൂടെ കയറി വന്നിട്ട് ആ മരത്തിൽ കയറി നിന്ന് നോക്കണത്. അങ്ങനെ ഒരു 19 പടം എടുത്തു. അജിത്തേട്ടാ, നിങ്ങൾക്ക് ഇത്തവണത്തെ മുഖ്യമന്ത്രിയുടെ മെഡലൊക്കെ കിട്ടിയെന്നായിട്ടല്ലോ, എന്താ സംഭവം? അതിപ്പോ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോ 2005 മുതൽ ഇവിടെ ജോലിക്ക് കയറിയതാണല്ലോ. അപ്പോ അന്നൊട്ടുള്ള നമ്മുടെ ഇപ്പൊ നമുക്ക് ഈ കാടും നന്നായിട്ട് അറിയാം. പിന്നെ നമുക്ക് ഈ കാടിനോടും ചെറിയൊരു ഇഷ്ടമുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവർക്കും നമ്മളോടും ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പൊ ഞാനും അവരും കൂടി നല്ല ഒന്നിച്ച് സഹകരിച്ച് ജോലി ചെയ്ത് പോകുന്നുണ്ട്. അവര് പറയുന്ന എല്ലാ ജോലികളും നമുക്കൊരു മടിയും കൂടാണ്ട് നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇവരുടെ നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, കൂട്ടുകാരന്മാരുണ്ട്, കൂടെ ജോലി ചെയ്യാൻ താൽക്കാലികർ, സ്ഥിരംകാർ എല്ലാവരും ഉണ്ട്. അവരുമായിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് പോകുന്നുണ്ട്. നമുക്കൊരു മെഡൽ കിട്ടാൻ കാരണം ഇവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഇതേപോലെ ജോലി ചെയ്ത് പോകുന്നതുകൊണ്ടാണല്ലോ. അതായത് ചെയ്യുന്ന ജോലിക്കുള്ള ഒരു അംഗീകാരം. പിന്നെ അവരുടെ അത് വിശിഷ്ട സേവനത്തിനുള്ള അവാർഡാണ് മുഖ്യമന്ത്രിയുടെ. ചേട്ടാ, നിങ്ങൾ ഈ ആനയെ ഓടിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് ആന ഇറങ്ങി എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? നിങ്ങൾ ഒച്ചയെടുത്ത് ആന പോകുമോ? ഇല്ല, എൻ്റെ അറിവില് ഒച്ചയെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അനുഭവം ഉണ്ട്. ഒച്ചയെടുത്ത് മുമ്പൊക്കെ നമ്മൾ ഇതേപോലെ ആനയെ ഓടിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ വേറെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ ആനേനെ ഓടിപ്പിക്കാൻ. ഇപ്പൊ നമുക്കിത് അറിയാവുന്ന, ഞങ്ങളിപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടും ആനയെ ഓടിക്കുമ്പോൾ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ഓടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ സേഫ്റ്റി ആയിരിക്കും. കാരണം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ചയും ബഹളം എടുത്ത് ഓടിപ്പിക്കാൻ പോയാൽ ആന കുറച്ചും കൂടി വയലന്റ് ആവും. പിന്നെ ആന മിക്കവാറും ഇറങ്ങുന്നത് പകലല്ലല്ലോ. പകലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലോങ് ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി പടക്കം ഒരിക്കലും പൊട്ടിക്കരുത്. പിന്നെ അവരെ ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കുക പരമാവധി. നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് അറിയിക്കുക. അപ്പൊ നമ്മുടെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രസൻസ് അടുത്തടുത്ത് അറിയിച്ച് അങ്ങോട്ട് പോവുക. അപ്പൊ അവർ പതുക്കെ കയറി പൊക്കോളും. നമ്മുടെ പ്രസൻസ് അവരെ ബാക്കിൽ നമ്മൾ അവരെ പ്രസൻസ് അറിയിച്ച് അങ്ങോട്ട് പോയാൽ മതി. പിന്നെ എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കാൻ വന്നാൽ അവർ കൂടുതൽ വയലന്റ് ആവും. അവര് തിരിച്ചിങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാലേ അവർക്ക് 4 കാലം നല്ല സ്പീഡാണ്. നമുക്ക് ഈ 2 കാലും വെച്ചിട്ട് ഓടാൻ പറ്റില്ല. ആന ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം ഈ നമ്മുടെ നാട്ടിൻപുറത്ത് ജനവാസ മേഖലയിൽ ആന ഇറങ്ങി. അപ്പൊ നമ്മൾ ഇതുപോലെ ഓടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഈ റബ്ബർ പ്ലാന്റേഷൻ മൊത്തം കാട് പോലെ അങ്ങനത്തെ മരങ്ങളാണ് കൂടുതലും. ഈ പാണല് അത്യാവശ്യം കാട് പോലെയാണ്. അപ്പൊ നമ്മൾ
അടുത്ത് ചെറിയ മറ്റേ ഈ കുപ്പി ഉണ്ടല്ലോ, കുപ്പി അത് കയ്യിൽ വെക്കും. അതുകൊണ്ട് ജസ്റ്റ് ഭയങ്കര ബഹളം വയ്പ്പിക്കാൻ പാടില്ല, 2 അടി സൈലൻ്റായി നിൽക്കുക. അപ്പോൾ ആന ആ ശബ്ദം കേട്ടുകൊടുത്തേക്ക് നോക്കും, കുറച്ച് നേരം നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അടുത്ത് ചെല്ലും. അപ്പോൾ നമ്മുടെ പ്രസൻസ് അടുത്തേക്ക് കൂടുതൽ വരുന്നുണ്ടെന്ന് ആനയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ആന ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഓടിക്കും. അത് കഴിഞ്ഞ് തിരിച്ചത് വീണ്ടും പോകും. വീണ്ടും തിരിച്ചു പോകുമ്പോൾ കുറേ നമ്മുടെ ഡിസ്റ്റൻസിൽ നിന്ന് ഒരുപാട് ദൂരം വിട്ടുപോകും. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടി അടുത്ത് പോകരുത്. നമ്മൾ നോക്കിയിട്ട് നമ്മുടെ സേഫ് സോണിൽ നിന്നിട്ട് കുറച്ചും കൂടി നോക്കി നമ്മുടെ പ്രസൻസ് അറിയിച്ച് നിൽക്കുക. ആനയ്ക്ക് നമ്മളെയും കാണണം, നമുക്ക് ആനയും കാണണം. ആ ഡിസ്റ്റൻസിൽ അങ്ങനെ പോവുക, വേറെ ഒച്ചയും വെള്ളം ഉണ്ടാക്കരുത്. അങ്ങനെ കണ്ട് പതുക്കെ അവർ തിരിഞ്ഞ് കാട്ടിലോട്ട് കയറിപ്പോൾ പോകും. നേരെ തിരിച്ച് അവരെ ശല്യം ചെയ്യാനോ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കൈയടിച്ച് പടക്കം പൊട്ടിച്ച് ബഹളം ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി വന്നാൽ അവർ നമ്മളെ ചാർജ് ചെയ്യും. ആ ചാർജ് നേരത്തെ നമ്മൾ 2 സ്റ്റെപ്പ് കയറി ചാർജ് ചെയ്തു എന്ന് പറയില്ലേ, ആ ചാർജിങ് പിന്നീട് അത് നമ്മുടെ ലൈഫിന് ഭീഷണിയായിട്ട് മാറും. ആ ഇപ്പൊ ഈ ആന ഇറങ്ങിയാൽ തന്നെ പൊതുവെ പണ്ടൊക്കെ ആൾക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് ചീത്ത പറയും, ആന ഇറങ്ങി നിങ്ങൾ എന്ത് ഓടിക്കാൻ വരാത്തെന്നൊക്കെ പറയും. അത് നമ്മൾ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പമില്ല, നമുക്ക് അവർക്കൊരു സ്വഭാവ രീതി ഉണ്ടല്ലോ. ഇവിടുത്തെ ആളുകൾക്ക് ആന ഇറങ്ങുമ്പോൾ അവർക്കൊരു ഭീതി ഉണ്ടാവും. നമുക്കിതൊക്കെ കൊണ്ട് പരിചയമായതല്ലേ. അപ്പൊ നമ്മൾ അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് അവരുടേതായ രീതിക്ക് അത് ഹാൻഡിൽ ചെയ്താൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവര് ചൂടായിക്കോട്ടെ, അത് അവരുടെ ഒരു രീതിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിനോടും അവരും പൊരുത്തപ്പെട്ടു വരും. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെയൊക്കെ ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഫോറസ്റ്റുകാരും ഇതേ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേ ബുദ്ധിമുട്ട് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്തതുകൊണ്ട് നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളും അവർക്കത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മളെ വിളിക്കും, നമ്മുടെ കൂടെ അവരും ഈ ആനേനെ അവർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു ആന ഇറങ്ങിയാലും എന്തിറങ്ങിയാലും നമ്മളെ വിളിക്കുന്നു. ഇപ്പൊ ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളോ, ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വരാം, ഒരു 10 മിനിറ്റ് എടുക്കും, റെഡി ആവണം. അവര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടെ അതിൽ ചില ആളുകളും ഇതിനെ ഓടിച്ച് കാട്ടി കയറ്റാൻ അതിൽ ചില ആളുകളുണ്ട്. അവര് നമ്മുടെ കൂടെ നിൽക്കും, അതിനെ കാട്ടിക്ക് കയറ്റി വിടുന്നവരെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്.